ഇന്ത്യയിലെ ചരിത്രപരമായ പല മാറ്റങ്ങളും കൊണ്ടുവന്നത് മോദി സർക്കാരാണ് എന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. അതേപോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വനവാസി സമൂഹത്തിന്റെ സുപ്രധാന സംഭാവനകളെ കോൺഗ്രസ് അവഗണിക്കുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്രമന്ത്രി വിമർശനം ഉന്നയിച്ചത്. വനവാസി സ്വാതന്ത്ര്യ സമര സേനാനി ബിർസ മുണ്ടയുടെ ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് അഗർത്തലയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം കോൺഗ്രസിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. ബിർസ മുണ്ട ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിർണായകമായ പോരാട്ടം നടത്തിയ വ്യക്തിയാണ്. ഭാരതമാതാവിനു വേണ്ടി ത്യാഗം ചെയ്തു. വനവാസി സമൂഹത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്ക് അദ്ദേഹം ഒരു നായകനാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിലെ വനവാസികളുടെ സംഭാവനകളെ അംഗീകരിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ ചരിത്രം പൂർണ്ണമാകുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ വനവാസികൾ അവഗണിക്കപ്പെടുന്നുവെന്നും അവരുടെ ചരിത്രപരമായ സംഭാവനകൾ മറക്കപ്പെടുന്നുവെന്നും സിന്ധ്യ പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ ഗോത്രവർഗക്കാർ രാജ്യത്തിന്റെ വളർച്ചയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടുവെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ പങ്ക് അവഗണിക്കപ്പെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ചരിത്രപരമായ ഈ അനീതി തിരുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2014 മോദി പ്രധാനമന്ത്രിയായപ്പോൾ വലിയൊരു മാറ്റം സംഭവിച്ചു. ഗോത്രവർഗ നേതാക്കളെ മന്ത്രിമാരും ഗവർണർമാരും ജനപ്രതിനിധികളുമാക്കി മോദി അർഹമായ അംഗീകാരം നൽകാൻ തുടങ്ങിയെന്നും ഇന്ത്യയുടെ ആദ്യ ഗോത്രവർഗക്കാരിയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ തിരഞ്ഞെടുത്തത് ഒരു സുപ്രധാന നാഴികക്കല്ലായി മന്ത്രി എടുത്തു പറയുകയും ചെയ്തു. അതേസമയം കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് പയറ്റുന്നത്. ജാതിയുടെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് അവർ ലക്ഷ്യം വെക്കുന്നതും. നാടിന്റെ നന്മയെ ചൊല്ലിയാണ് അവർ എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതേസമയം കോൺഗ്രസിനെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാലും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കില്ല എന്ന് അമിത്ഷാ ഉറപ്പിച്ചു പറഞ്ഞു. കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തിന് എതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അമിത്ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. മുസ്ലിം സംവരണം മുഖ്യ വിഷയമാക്കി ചൂണ്ടിക്കാട്ടിയാണ് അമിത്ഷാ കോൺഗ്രസിനെ വിമർശിച്ചത്. കൂടാതെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം കോൺഗ്രസ് മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും അമിത്ഷാ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെയാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ 3 റാലികളിൽ പങ്കെടുത്തത്. അവിടെ അദ്ദേഹം പ്രധാനമായും ലക്ഷ്യമിട്ടത് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെയാണ്. പ്രതിപക്ഷ സഖ്യമായി മഹാവികാസ് അഘാഡിയിലെ മറ്റു പാർട്ടികൾക്കെതിരെയും BJP നേതാവ് ആഞ്ഞടിച്ചു. ശിവസേന UTP വിഭാഗത്തെയും അമിത്ഷാ തിരഞ്ഞെടുപ്പ് റാലികളിൽ വിമർശന വിധേയമാക്കിയിരുന്നു. മുസ്ലിം സംവരണം തന്നെയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെതിരെ BJP നേതാവ് ആയുധമാക്കിയതും. രാഹുൽ ഗാന്ധിയുടെ 4ാം തലമുറ വന്നാലും നിലവിൽ ആദിവാസി വിഭാഗത്തിനും ദളിതർക്കും മറ്റും പിന്നോക്ക വിഭാഗങ്ങൾക്കും ലഭിക്കേണ്ട സംവരണം മുസ്ലിം വിഭാഗത്തിന് ലഭിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊള്ളാൻ അമിത്ഷാ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ കേന്ദ്ര നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായമാണ് അമിത്ഷായും ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിന് ജോലിയും വിദ്യാഭ്യാസത്തിലും സംവരണം നൽകിയാൽ ഫലമായി SC, ST, OBC വിഭാഗങ്ങളുടെ അവകാശങ്ങൾ വെട്ടിച്ചുരുക്കേണ്ടി വരും. ഇതിനുശേഷമാണ് ഏത് സാഹചര്യത്തിലായാലും കേന്ദ്രം എടുത്തുകളഞ്ഞ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുന്നത് പരിഗണിക്കുക പോലും ഇല്ല എന്നും അമിത്ഷാ വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ വൈകിയതിൽ വിവാദം രൂക്ഷമാവുകയാണ്. ജാർഖണ്ഡിലെ ഘോഡയിൽ നിന്നുമാണ് ഹെലികോപ്റ്ററിന്റെ ടേക്ക് ഓഫ് ക്ലിയറൻസ് ലഭിക്കാതിരുന്നത്. ഇതുമൂലം രാഹുലിന്റെ ഹെലികോപ്റ്റർ ഏകദേശം 45 മിനിറ്റ് വൈകുകയായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഹെലികോപ്റ്ററിന്റെ ടേക്ക് ഓഫ് വൈകിയത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മഹാഗാമിയിൽ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിനു ശേഷം മടങ്ങുന്നതിനിടയിലാണ് സംഭവം നടന്നത്. രാഹുലിന്റെ ഹെലികോപ്റ്റർ വൈകിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് നേതാവും ജാർഖണ്ഡ് മന്ത്രിയുമായ ദീപിക പാണ്ഡെ പറഞ്ഞത്. സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ അവകാശമില്ലേ എന്നും ദീപിക ചോദിച്ചു. സംഭവത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. 45 മിനിറ്റിന് ശേഷം രാഹുലിനെ ഹെലികോപ്റ്ററിന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. ഇതിനുശേഷം അദ്ദേഹം അടുത്ത യോഗസ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിന് യാത്ര ചെയ്യേണ്ടതിനാലാണ് രാഹുലിന്റെ ഹെലികോപ്റ്റർ വൈകിപ്പിച്ചതെന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.